ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ കിളിനക്കോട് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മള് ഇവിടെ കമരുവിന്റെ കല്യാണത്തിന് വേണ്ടി വന്നതീനു. അത് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും ദയനീയായിട്ടുള്ള ഒരു ഏരിയ, ഇത്രയും നേരം വെളുക്കാലത്തെ കൾച്ചറലെസ് ഫെലോസ് മാത്രമുള്ള ഒരു ഏരിയ. ചെക്കന്മാര് വരെ വിളിച്ചു വെക്കാത്ത 12ാം നൂറ്റാണ്ടിൽ ജീവിക്കണ ഒരു അത്ര പോലും ഒരു ഇതില്ലാത്ത ദാരിദ്ര്യാണ് കുറച്ച് ആൾക്കാർ. ദാരിദ്ര്യാണ്. അപ്പൊ തീരെ നേരം വെളുക്കാത്ത ഒരുപാട് ആളുകളുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുപാട് മാനസികമായിട്ട് പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ കിളിനക്കോട് വഴി വരുന്നവരൊക്കെ എമർജൻസി കയ്യിൽ കരുതുക. കാരണം ഇവിടെ ഒക്കെ ഒന്ന് വെളിച്ചം വെപ്പിക്കാനുണ്ട്. ഇത് പരമാവധി ആരും ഈ നാട്ടിൽ കല്യാണം കഴിച്ച് വരാതെക്കുക. കിളിനക്കോട് നോട്ട് ദ പോയിന്റ്. വെച്ചിട്ട് വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫേക്ക് ആണെന്ന് വിചാരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങള് കിളിനക്കോട് കാശ്മീരിന്ന് കുറച്ച് യുവാക്കളാണ്. നിങ്ങള് ഇന്ന് രാവിലെ മുതലേ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒരു വീഡിയോ ഒരു വോയിസും എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആ വീഡിയോക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പ്രതികരണത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കുറച്ച് യുവാക്കൾ ഞങ്ങളിവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാനുള്ള വെച്ചാല്, ആ വീഡിയോയിൽ ആ പെൺകുട്ടികള് ആ ഗേൾസ് പറയുന്നുണ്ട്, ഓല് കുറച്ച് ആൾക്കാർ 10-12 ആൾക്കാരുണ്ട്. ഓല് പറയുന്നുണ്ട് കിളിനക്കോട്ട് പോലെ കല്യാണത്തിന് വന്നു, കിളിനക്കോട്ട് പോലെ കല്യാണത്തിന് വന്ന് ഓല് തിരിച്ചു പോകേണ്ട, ഓൽക്ക് നടക്കാൻ ഓൽക്ക് പോകാനേ വണ്ടിയില്ല. അതുപോലെ തന്നെ ഓൽക്ക് കിളിനക്കോട്ടേക്ക് വന്നിട്ട് കൾച്ചറില്ല. അതുപോലെ തന്നെ കിളിനക്കോട്ടേക്ക് വന്നിട്ട് ഓൽക്ക് പല വിധത്തിലുള്ള പീഡനങ്ങൾ ഓൽക്ക് ഏൽക്കേണ്ടി വന്നു. കാരണം ഓര് ഉദ്ദേശിച്ച സംഗതി അവിടെ നടന്നില്ല. അത് ഞങ്ങളെ നടത്താൻ അയക്കൂല. അതാണ് കിളിനക്കോട്ടേര് ആ ഉദ്ദേശിച്ച കൾച്ചറില്ലാത്ത സംഗതികളാണത്. അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ നടത്തൂല. ഈ പറഞ്ഞ ആൾക്കാരോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഈ കിളിനക്കോട് ബസർപ്പിന്റെ ചോയ അറിഞ്ഞക്കാണ്ട് ബസർപ്പിന്റെ ചോയ അറിഞ്ഞോലാണ് ഈ കിളിനക്കോട് എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ. നിങ്ങളെ മാറി മഫ്തി കുത്തിക്കാണ്ട് നടക്കുന്ന ആൾക്കാർ നേരം വെളുത്ത് വൈകുന്നേരം ആയാല് ഞങ്ങൾക്ക് പണിക്ക് പോയി 600-700 രൂപ കൂലി കിട്ടും. ഞങ്ങൾ കഞ്ഞി കുടിച്ചാണ് വളരുന്ന ആൾക്കാരെ. നിങ്ങളെ മാറി കൊമ്പത്തുള്ള ആൾക്കാരല്ല. ഞങ്ങളോട് ഇതൊരു സൂചന മാത്രമാണ്, ഉറപ്പാണ്. ഇത് കിളിനക്കോടിനെ പറ്റി നിങ്ങൾ ഞങ്ങളെ നാടിനെ പറ്റി ഇങ്ങനെ പറയാൻ ഒരിക്കലും പാടില്ല. കാരണം പല ആൾക്കാർക്കും അന്നം കൊടുക്കേണ്ട ഒരേ ഒരു നാടാണ് ഈ കിളിനക്കോട്. ഈ കിളിനക്കോടിനെ പറ്റിക്കാണ്ട് ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ ഇട്ടതിൽ നിങ്ങള് വെറും വിഡ്ഢികളാണെന്നാണ് ഞങ്ങൾ പറയുള്ളൂ. എന്റെ പെങ്ങളെ മോള് ഇവിടെ പഠിക്കുന്നു, EMA കോളേജിൽ പഠിക്കുന്നുണ്ട്. ഒരാള് ഇവിടെ മറ്റേ എന്താ പറയലേ ഒരു ഇതിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ അതേമാതിരി എനിക്കും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ കുട്ടികൾക്ക് VSMO കോളേജിൽ മറ്റുള്ളപ്പോൾ വാങ്ങി കൊടുക്കുന്ന ആളുമാണ്. നമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനും നിങ്ങളെ രക്ഷിതാക്കളെ ബുദ്ധിമുട്ടാക്കാനും പറഞ്ഞതല്ല സംഭവിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല, അല്ലെങ്കിൽ നിങ്ങളെ വീട് പറഞ്ഞില്ല, കുടുംബം ഒന്നും പറഞ്ഞില്ല, മനസ്സിലായോ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനെ വിഷമം ഉണ്ടായിരിക്കും, നിങ്ങളെ മനസ്സിലാക്കി നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ? വോയിസ് വിടും. നമ്മളെ പ്രശ്നമല്ലല്ലോ. എന്തിനാ നിങ്ങൾ അങ്ങനെ ആവശ്യമില്ലല്ലോ. ഞങ്ങളോട് പറഞ്ഞു ഞാനേ ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് നിങ്ങളെ പേര് പറയില്ല, കുടുംബം പറയില്ല, നാട് പറയില്ല, വീട് പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണം? അതോരായിട്ടാ